ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ചന്ദ്രമതിക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ്. ചന്ദ്രമതി പൂക്കട അത് കേട്ടിട്ട് തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന ഇരിപ്പിൽ തന്നെ അങ്ങോട്ട് ചത്ത് കളയാൻ തോന്നുകയാണ്. അപ്പൊ അതുപോലെയാണ്. അതിനിടയിൽ ഭാമ വിളിക്കുന്നു, കൂട്ടുകാർ വിളിക്കുന്നു, ബന്ധുക്കൾ വിളിക്കുന്നു, തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഭ്രാന്ത് പിടിച്ചിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ സച്ചി ആ കട അവിടെ നിന്ന് പൊളിച്ചു വല്ലോ മാറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നമ്മുടെ സച്ചി ആ കട പൊളിച്ചു മാറ്റാൻ പോകുന്നില്ല. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വർഷ ആ ഒരു കവർ തുറന്ന് നോക്കാണ് കേട്ടോ. അപ്പൊ ആ കവർ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് 2500 രൂപയുണ്ട്. അപ്പൊ ഈ 2500 രൂപ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്ക് പിടികിട്ടി ഇത് സച്ചി തനിക്ക് വെച്ചിട്ട് ഉള്ള പണി തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് കയറി വന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത് വർഷ? അവിടെ കാപ്പിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സച്ചേട്ടൻ. നിനക്ക് സച്ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഒരു മതിപ്പായി കാണുമല്ലോ. അല്ല, നീ എന്തൊക്കെയായിരുന്നു സച്ചേട്ടനെ കുറിച്ച് വിചാരിച്ചത്? സച്ചേട്ടൻ ഭയങ്കരനാണ്, ഭാര്യയെ നോക്കാത്തവനാണ്, മനസാക്ഷി ഇല്ലാത്തവനാണ്. ഇപ്പൊ കണ്ടില്ലേ ഭാര്യയ്ക്ക് സ്വന്തമായിട്ടൊരു കട അത് നല്ല സർപ്രൈസ് ആയിട്ട് കൊടുത്തത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് വെറും പഞ്ചപാവമായോണ്ടാ ശ്രീകാന്തിന് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ സച്ചേട്ടനുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമാൻ തന്നെയാ. ആ ബുദ്ധി എന്റെ അടുത്ത് വില പോകത്തില്ല. നിങ്ങളുടെ സച്ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇനി എല്ലാ മാസവും രേവതി ചേച്ചിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ചേച്ചിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും തീരുമാനങ്ങളും എടുക്കാൻ പറ്റുമ്പം ചിലപ്പോൾ സച്ചേട്ടനെ ഉപേക്ഷിച്ചാലോ? അങ്ങനെ ഒരു ചിന്തയാ നിങ്ങളുടെ സച്ചേട്ടന്റെ മനസ്സിലുള്ളത്. ഒരു ക്രിമിനൽ മൈൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാന്ന് പറഞ്ഞപ്പം എന്താ വർഷ? സത്യം പറഞ്ഞ എനിക്ക് ചിരിയാ വർഷ വരുന്നത് നിന്റെ കാര്യം ഓർത്തിട്ട്. അങ്ങനെയൊന്നും അല്ല സച്ചേട്ടൻ, നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല വർഷ സച്ചേട്ടൻ. സച്ചേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലേ? ഞാൻ എന്റെ സച്ചേട്ടനെ ഞാൻ ജനിച്ചപ്പം മുതൽ കാണുന്ന. അതുകൊണ്ട് നീ വിചാരിക്കുന്നതേ അല്ല. സച്ചേട്ടന് അപമാനം എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടേക്കും. അതുമല്ല, നീ ആ 2000 രൂപ കൊടുത്തത് എനിക്ക് പോലും പിടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ സച്ചേട്ടൻ എങ്ങനെയാ പിടിക്കുന്നത്? രേവതി ചേച്ചി സച്ചേട്ടനോട് പറഞ്ഞു കണ്ടു രേവതി അടുത്ത്. അപ്പൊ സച്ചേട്ടൻ വിചാരിച്ചു കാണും നീ ജോലിയും വേലയും കൂലിയും ഇല്ലാത്തോണ്ടല്ലേ ആ പൈസ കൊടുത്തത്, അടുക്കള പണി ചെയ്യുന്നോണ്ടല്ലേ കൊടുത്തത്. അല്ലെങ്കിലും എന്റെ അമ്മ ഇവിടെ ഇട്ട വട്ട വെള്ളം കോരിക്കുകയാണ് എന്റെ ഏടത്തിനെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് സച്ചേട്ടൻ ഇതൊക്കെ ചെയ്തത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറഞ്ഞപ്പം ഞാനേ വിചാരിക്കുന്ന പോലെ തന്നെയാ ശ്രീകാന്തെ കാര്യങ്ങള്. അത് തന്നെയാ. നിങ്ങളുടെ സച്ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊക്കെ വെറും പഞ്ച പാവങ്ങളാ. പിന്നെ രേവതി ചേച്ചിയും വെറും പഞ്ചപാവ. രേവതി ചേച്ചിനെ പൊട്ടിയാക്കാൻ പെട്ടെന്ന് സാധിക്കും. കാരണം പൊട്ടക്കിണറ്റില് കിടക്കുന്നത് അവളെ പോലെ ആ രേവതി ചേച്ചി. അതുകൊണ്ട് പെട്ടെന്ന് പറ്റിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ വെറുതെ വർഷം, അതൊക്കെ നിനക്ക് തോന്നുന്ന. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന നമ്മുടെ രേവതി അടുത്ത ഉണ്ടല്ലോ, ഈ ലോകത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളും ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളൊക്കെ തന്നെയാ. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതി ചേച്ചി പൊട്ടക്കണ്ടി കിടക്കാന്നൊന്നും നീ പറയണ്ട. രേവതി ചേച്ചി പണ്ട് മുതലേ വെളിയിലിറങ്ങി തന്നെ ഏടത്തി ജീവിച്ചതും വളർന്നതും ഒക്കെ. പിന്നെ ഈ പൂക്കട ഇടുക, പൂ കെട്ടുക, അതുപോലെ പൂക്കളുടെ കാര്യങ്ങളെല്ലാം ഏടത്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സച്ചേട്ടൻ അങ്ങനെ ചെയ്തു കൊടുത്തത്. സച്ചേട്ടൻ ചെയ്തു കൊടുത്തു. നോക്കിക്കോ ശ്രീകാന്തെ, പതിയെ സച്ചേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നോന്നോ? ഡ്രൈവർ ജോലി അങ്ങ് നിർത്തും. എന്നിട്ട് രേവതി ചേച്ചീനെ കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി എടുപ്പിച്ച ആ പൈസയും കൊണ്ട് തിന്നാർത്തു ഉല്ലസിച്ച് കുടിച്ചു കൂത്താടി നടക്കും. അത് തന്നെയാ കാണാൻ പോകുന്നത്. അല്ലെങ്കിലേ ശ്രീകാന്ത് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞപ്പം നമുക്ക് കാണാം എന്ന് പറയാം. അപ്പൊ ഇവരുടെ ഈ പ്രശ്നവും വഴക്കൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വേറൊന്നുമല്ല, ഞാൻ ആ 2000 രൂപ കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നമൊക്കെ സംഭവിച്ചത്. രേവതി ചേച്ചീനെ സ്വയം പര്യാപ്തതയിൽ നിർത്താൻ ഇഷ്ടമല്ല സച്ചേട്ടൻ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ അഭിപ്രായം ചന്ദ്ര പറയാ, മോളെ സച്ചി ആരാ മോനെന്നറിയാമോ? നിനക്കിട്ട് തന്ന പണി തന്നെയാ. ഈ 2500 രൂപ 500 രൂപയ്ക്ക് 2000 കൂട്ടി 500 രൂപയ്ക്ക് തിരിച്ച് 2500 രൂപ തന്നില്ലേ? അത് അവൻ നിനക്കിട്ട് പണിത് തന്നെയാ. അവനെ വലിയ അഭിമാനിയാന്ന് അവന്റെ വിചാരം. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരാൾ കളിക്കുന്നുണ്ട്. മുന്നിൽ നല്ല മുഖവും പിന്നിൽ വൃത്തികെട്ട മുഖവുമായിട്ട് കളിക്കുന്നത് രേവതിയാന്ന് പറഞ്ഞപ്പോ രേവതി ചേച്ചി അത്രയ്ക്ക് കളിക്കത്തൊന്നുമില്ല അമ്മേ, രേവതി ചേച്ചി ഒന്നും അല്ല. അപ്പൊ അവ രേവതി ചേച്ചിനെ സച്ചേട്ടൻ പച്ചയ്ക്ക് പറ്റിക്കുന്ന അതെനിക്ക് നന്നായിട്ട് അറിയാം. രേവതി ചേച്ചി ഒരു പഞ്ചപാവ. രേവതി ചേച്ചിനെ ആർക്കും പറ്റിക്കാനും പറ്റും എന്നിങ്ങനത്തെ ചന്ദ്രനെ നോക്കി ഒരാക്കാക്കി നമ്മുടെ വർഷ പറഞ്ഞു കേട്ടോ. ഏതായാലും
ഈ സമയം പിന്നെ നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത്. രേവതി ആണെങ്കിൽ പൂക്കടയിട്ടതിന്റെ സന്തോഷത്തിൽ പൂക്കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ലക്ഷ്മിയും ദേവും ശരത്തും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയാണ്, മോക്ക് ഇപ്പൊ സമാധാനം ആയില്ലേ? മോക്ക് ഭയങ്കര വിഷമമല്ലായിരുന്നോ സച്ചിനെ വിവാഹം കഴിച്ചപ്പം? നീ എന്തൊക്കെയാ പറഞ്ഞത്? അവൻ കൊള്ളരുതാത്തവനാണ്, വൃത്തികെട്ടവനാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഇപ്പം ഇതുപോലൊരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. എനിക്കിപ്പം ദേ നിന്റെ അച്ഛനെ ഓർമ്മ വരുന്നത്. നിന്റെ അച്ഛൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഒരുപാട് സന്തോഷിച്ചേനെ നിന്റെ ജീവിതം കണ്ടിട്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ സച്ചിയല്ല രേവതി പറയുന്നത്, അത് പിന്നെ ഈ പൂക്കട ഇടാൻ ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു, ആ കാരണം എനിക്കറിയാം, ആ കാരണം ഞങ്ങളോട് സച്ചി പറഞ്ഞായിരുന്നു, വേറെ ആരുമല്ല, വർഷ കാരണമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ വർഷ കാരണമാ, ഏതായാലും വർഷ സച്ചേട്ടനെ പോലെയാന്നേ കാണുന്നതും തോന്നുന്നൊക്കെ അങ്ങ് വിളിച്ചു പറയും, അല്ലാതെ ആ കുട്ടിയുടെ മനസ്സിലൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ശരത്ത് പറഞ്ഞു, പിന്നെ കുട്ടി ഭയങ്കര കുട്ടി വന്നിരിക്കുന്നു. ദേ രേവതി ചേച്ചി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ 2000 രൂപ കൊണ്ട് ചേച്ചിയുടെ കയ്യിലൊക്കെ വെച്ച് തരാന്ന് പറഞ്ഞാലേ സത്യം പറഞ്ഞ എനിക്ക് അവളെ വന്ന് വലിച്ചു കീറാനാ തോന്നിയത്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറയാണ്, അല്ല ഞാൻ അവളോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം എന്നിങ്ങനെ ഇപ്പൊ ശരത്ത് പറഞ്ഞു, പിന്നെ ഇനിയിപ്പൊ നീ ചെന്ന് അങ്ങോട്ട് സംസാരിച്ചാൽ മതി. എന്റെ പൊന്നു ദേവു, നീയും കൂടെ കാരണമാ ഇപ്പം ഈ വിധത്തിലായത്. അവരുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് നീയല്ലേ? അപ്പൊ ലക്ഷ്മി പറഞ്ഞു, ഒന്ന് പതുക്കെ പറയട ചെറുക്ക, നീ എന്തിനാ ഇത് ഒച്ചയ്ക്ക് വിളിച്ച് പറയുന്നത്? ഇനിയിപ്പോ അത് ചന്ദ്ര ചേച്ചി അങ്ങനെ കേട്ടിട്ടുണ്ട്, ഇനി അത് മതി, ഒന്ന് പതുക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പതുക്കെ സംസാരിക്കാം, പിന്നെ ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയാം. അപ്പൊ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചി അങ്ങോട്ടേക്ക് വന്നപ്പോ രേവതി എങ്ങനെയുണ്ട് പൂക്കട, കൊള്ളാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രേവതി പറയുക, സച്ചേട്ടാ ഇത് പൂക്കടയല്ല, ഞാൻ പറയട്ടെ, ഇതെന്റെ സ്വർഗമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കഴിവും ഇല്ലാത്തവളായിട്ടാ ഞാൻ ഇത്രയും ദിവസം ഞാൻ എന്നെ കണ്ടത്. അടുക്കളയിൽ മാത്രം പണിയെടുക്കുന്ന ഒരു അടുക്കളക്കാരി എന്ന് വേണമെങ്കിൽ പറയാം. ശ്രുതി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു ആ പൈസയൊക്കെ തന്നപ്പം. പക്ഷേ സച്ചേട്ടൻ ഒറ്റ രാത്രിയും കൊണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേ ഞാനിപ്പോൾ സ്വർഗം പിടിച്ചു കെട്ടിയ ആ ഒരു സന്തോഷത്തിലാണ് സച്ചേട്ടൻ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സച്ചേട്ടൻ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സച്ചേട്ടൻ. എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു പൂക്കട ഇടുക എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മുതലേ ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. പക്ഷേ ഞങ്ങൾക്ക് അതിനെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. എങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ സച്ചേട്ടൻ നേടിത്തരുമെന്നോ, ഞാൻ പറയാതെ ഇങ്ങനെ നേടിത്തരുമെന്നോ, എൻ്റെ സന്തോഷത്തിൽ സച്ചേട്ടൻ കൂടെ നിൽക്കുമെന്നോ ഒന്നൊന്നും ഞാൻ വിചാരിച്ചില്ല സച്ചേട്ടാ. ഇപ്പം ദൈവത്തിന്റെ സ്ഥാനത്താണ് ഞാൻ സച്ചേട്ടനെ കാണുമെന്ന് പറഞ്ഞപ്പം മതി മതി മതി, ഇനിയിപ്പം കരച്ചിലും കണ്ണീരും കയ്യുമായിട്ട് ദേ നിർത്തിക്ക രേവതി. ഈ കട നമുക്കൊന്ന് വികസിപ്പിക്കണം. ഇതിപ്പോ ഒരു കടയല്ലേ, ഈ കടയുടെ പല ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ലക്ഷ്മിയും ദേവും ഒക്കെ അങ്ങ് പോവുകയാണ്. പിന്നെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പൂക്കടയൊക്കെ അടച്ചിട്ട് നമ്മുടെ രേവതി വീട്ടിലേക്ക് കയറി വന്നു. സച്ചി വീട്ടിലേക്ക് കയറി വന്നു. അങ്ങനെ ഇവർ ഈ ലാഭം കിട്ടിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കണം. അപ്പൊ ആദ്യ ദിവസം എത്ര രൂപ ലാഭം കിട്ടിയെന്നൊക്കെ നോക്കണമല്ലോ. അപ്പൊ കണക്കെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു 10,000 രൂപയുടെ ലാഭത്തോളം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സച്ചു ഉറക്കെ വിളിച്ചു പറയാണ്, ചന്ദ്രയും കൂടെ കേൾക്കണമല്ലോ, രേവതി ഒരു 10,000 രൂപയുടെ ലാഭം കിട്ടിയിട്ടുണ്ട് നമുക്ക്. നീ ഒരു ദിവസം 1000 രൂപ ഉണ്ടാക്കുന്ന ജോലിക്കാരിയാ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്ക് രവീന്ദ്രനും ചോദിച്ചു കേട്ടോ വന്നിട്ട്, എങ്ങനെയുണ്ടാ പൂക്കച്ചവടമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ, അച്ഛാ അടിപൊളിയാ അച്ഛാ, 1000 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, 1000 രൂപയും കൊണ്ടേ എങ്കിൽ പിന്നെ ഒരു താജ്മഹൽ അങ്ങോട്ട് പണിയ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അതെന്ത് വർത്താന ചന്ദ്രൻ നീ പറയുന്നത്? അതെ, 1000 രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും രൂപയ്ക്ക് രൂപയുടേതായ മൂല്യമുണ്ട്. അതും അധ്വാനിച്ചു പണിയെടുത്ത് ഉണ്ടാക്കുന്ന ആ ഒരു പൈസയ്ക്ക് അതിൻ്റെതായ മൂല്യം കണക്കാക്കാത്ത നിന്നെ എന്താ പറയാന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അധ്വാനിക്കണ്ടേ, അതിനിവിടെ ആരാ അധ്വാനിക്കുന്നത്? എന്റെ ഭാര്യ കണ്ടില്ലേ, ഒരു പെണ്ണായിട്ട് പോലും ഒരു ദിവസം 1000 രൂപ അധ്വാനിച്ചുണ്ടാക്കി. അല്ല, ഈ പറയുന്ന ചന്ദ്രമതീനെ കൊണ്ട് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പം, എന്താടാ നീ പറഞ്ഞത്? ചന്ദ്രമതീനെ കൊണ്ട് അതിന് കഴിയില്ലെന്നോ? ഞാനേ നല്ല ഹൈ ക്ലാസ് പഠിച്ചാന്ന് നിനക്കറിയാലോ. നീ ഒരുത്തൻ കാരണമാ ഞാൻ ഈ അവസ്ഥയിലെത്തിയത്. പിന്നെ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അച്ഛാ, 1000 രൂപ മിച്ചം വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഇങ്ങനെ കൂടി വരും. പല ബ്രാഞ്ചുകളായിട്ട് നമുക്ക് പലയിടത്ത് സ്ഥാപനങ്ങൾ തുടങ്ങാനും സാധിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അല്ലെങ്കിൽ രേവതി ഐശ്വര്യമുള്ള കുട്ടിയാ, രേവതി തുടങ്ങിയ കടയല്ലേ, അതിന് ഐശ്വര്യം ഉണ്ടാകാതെ ഇരിക്കുവോ? വെച്ചടി കയറ്റമായിരിക്കും. ഒരു കാര്യം ചെയ്യുക, ക്ഷീണമല്ലേ നിങ്ങൾക്ക്, കിടന്നുറങ്ങാൻ നോക്കാം പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്.
അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കേൾക്കാൻ വേണ്ടി വീണ്ടും ഉറക്ക വിളിച്ചു പറയാണ് കേട്ടോ, 1000 രൂപ ലാഭം കിട്ടി. ഇനി ഈ 1000 രൂപ ലാഭം കിട്ടിയോണ്ട് 2000 രൂപ കൂടുതൽ നമുക്ക് ചെലവിന് കൊടുക്കാനും പറ്റുമായിരിക്കും അല്ലേ രേവതി? അപ്പൊ രേവതി പറഞ്ഞു, പതുക്കെ പറ സച്ചേട്ടാ. എന്തിനു പതുക്കെ പറയുന്നു? നമ്മൾ ഉറക്കെ സംസാരിക്കും, ഉറക്കെ പറയും. അത് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ പഞ്ഞി മേടിച്ച് അങ്ങോട്ട് ചെവി കുത്തിക്കയറ്റി വെക്കട്ടെ. രേവതി, എങ്കിലും നീ ചില്ലറക്കാരി അല്ലടി, ദിവസം 1000 രൂപ ഉണ്ടാക്കുന്ന പെണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര കേൾക്കാൻ വേണ്ടി ഓരോന്ന് പറയാ. ചന്ദ്ര പുറത്തോണ്ട് അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചി പറഞ്ഞു, ഏതായാലും ഇനിയിപ്പോ ഈ 1000 രൂപ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ, അയ്യോ വേണ്ട സച്ചേട്ട വെച്ചിരുന്നാൽ മതി. അതൊന്നും ശരിയാവില്ല. നീ ആ കടയുടെ ഓണർ, നിന്റെ കയ്യിലിരിക്കണം. ഈ പൈസ നിന്റെ കയ്യിലിരിക്കുമ്പം ഇനിയും നിനക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നും. എങ്കിൽ പിന്നെ സച്ചേട്ട, എനിക്കിപ്പോ ഉറക്കം വരുന്നില്ല. എന്താണെന്നറിയില്ല, സന്തോഷം കാരണം ഉറങ്ങാനും പറ്റുന്നില്ല. ഇന്നലെ ഇതേ സമയം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു, പക്ഷെ ഇപ്പൊ ഈ സമയം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതെല്ലാം സച്ചേട്ടൻ കാരണമാ. മതി രേവതി, മതി, നിർത്ത്. ഇനി എന്നെ നീ പുകഴ്ത്തല്ലേ. ഇതെല്ലാം ഞാൻ കാരണോ, സമ്മതിച്ചു. പക്ഷെ നീ ഒരു കാര്യം ചെയ്യ്, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങണം. നാളെ 3:30 ആകുമ്പോ തന്നെ എണീക്കണം. എണീറ്റിട്ട് പൂവെടുക്കാൻ പോണം. 3:30 ആകുമ്പോഴോ? 3 മണിയാകുമ്പോ. ഇപ്പൊ 3 മണിയായോ? 3:30 ആകുമ്പോഴോ, 3 മണിയൊക്കെ ആകുമ്പോ എണീറ്റിട്ട് പോണം. സച്ചേട്ടനും കൂടെ വരണം. ഞാനും കൂടെ വരണമെന്നോ? എന്താ രേവതി ഇത്? എനിക്കൊന്നും പറ്റില്ല. സച്ചേട്ടാ, നമ്മുടെ കട വികസിപ്പിക്കണ്ടേ? അതും ശരിയാണല്ലോ അല്ലേ. ഇതിപ്പോ എനിക്ക് വലിയ വിനയായെന്നാണല്ലോ രേവതി തോന്നുന്നത്. ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നാളെ കുറച്ച് കല്യാണ ഓർഡറുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെങ്കിലേ നമ്മളും കൂടെ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാൻ എനിക്ക് എത്ര വേണമെങ്കിലും പറ്റും. ഞാൻ കഷ്ടപ്പെടുന്നതിന് എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു ലാഭമോ പൈസയോ ഒന്നുമല്ല ഞാൻ ഈ പൂക്കട ഇട്ടതിന്റെ ആ ഒരു സന്തോഷം. എന്തോ എൻ്റെ അച്ഛനും ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാകുമല്ലേ സച്ചേട്ടാന്ന് പറഞ്ഞപ്പോ, തുടങ്ങി അവളുടെ കരച്ചില്. നിന്റെ കരച്ചിൽ കണ്ട് നീ സന്തോഷിക്കാൻ വേണ്ടിയാ ഞാൻ പൂക്കടയിട്ട് തന്നത്, അല്ല നീ വീണ്ടും വീണ്ടും കരയാൻ വേണ്ടി അല്ലട്ടോ രേവതി പൂക്കടയിട്ട് തന്നത്. അതുകൊണ്ട് നീ ഒരു കരച്ചിലൊക്കെ നിർത്തിയിട്ട് വേഗം കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് പിന്നെ കുറച്ച് മാലയും കൂടെ കോർക്കാനോ ഈ പാതിരാത്രിക്കോ? പാതിരാത്രിക്കെങ്കിൽ പാതിരാത്രിക്ക്. സത്യം പറഞ്ഞില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല സച്ചേട്ടൻ, ഞാൻ പൂമാല കോർത്തോളാം, സച്ചേട്ടൻ കിടന്നോന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി കിടക്കാനൊക്കെ ഇങ്ങനെ പോയി അലമാരയിൽ എന്തോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി പുറകിൽ ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്നിട്ട് അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് സച്ചി അങ്ങ് തിരിഞ്ഞു. ഇതെന്താ രേവതി, സത്യമായിട്ട് എനിക്ക് നാണം വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പം, നാണമോ എന്തിന്? ഞാൻ സച്ചേട്ടൻ്റെ ഭാര്യയല്ലേ, നാണിക്കേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ സ്നേഹിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ നാണിക്കുവാണോ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഏതായാലും അപ്പൊ അവര് തമ്മിൽ കണ്ണിൽ പരസ്പരം നോക്കിയിരിക്കുന്നു. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ദിവസങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടിപൊളി വിശേഷങ്ങളാട്ടോ വരാൻ പോകുന്നത്. പിന്നെ കുറച്ചു പേര് കമന്റിലൊക്കെ വന്ന് പറയുന്നുണ്ട്, വേറൊന്നും അല്ല പറയുന്നത്. സത്യം പറഞ്ഞ് എനിക്ക് കേട്ടപ്പം ചിരി വന്നു കേട്ടോ. എൻ്റെ മുഖം കാണാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യുക, ഒന്നെങ്കിൽ വോയിസ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളുടെ ഫോട്ടോ കൊടുക്കുക, അതായിരിക്കും ഇതിലും നല്ലത്. എൻ്റെ മുഖം കാണാൻ അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണോ, മുഖം കാണാൻ ഇഷ്ടമല്ല, ഇത്രയ്ക്ക് വൃത്തികേടാണോ എൻ്റെ മുഖം എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയിട്ടോ. എന്തൊക്കെയായിരുന്നു. ഞാൻ ഒരുപാട് എൻ്റെ മുഖത്തെക്കുറിച്ച് സങ്കല്പിച്ച് വെച്ചിരുന്ന ഒരൊറ്റ കമന്റിലൂടെ എൻ്റെ സങ്കല്പങ്ങളൊക്കെ പോയി. ഞാനൊരു കാര്യം പറയാട്ടോ, എനിക്ക് ഈ മുഖം കാണിച്ചു തന്നെ ഈ വീഡിയോസ് ഇടണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ യൂട്യൂബിന് കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഇപ്പൊ 1,78,800 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ നമ്മുടെ ചാനൽ ഒറ്റയടിക്ക് ഞാൻ ആ ഒരു ഇത് കാണിക്കുമോ? നമുക്ക് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ കിട്ടുന്ന ഈ ഫോട്ടോസും വീഡിയോസും ഒന്നും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ചില ചാനലുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരൊക്കെ ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. എപ്പോഴാണെന്ന് അറിയത്തില്ല നമ്മുടെ യൂട്യൂബ് എടുത്ത് കളയുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസും ഫോട്ടോസും ഒന്നും ഇടാതെ നമ്മുടെ മുഖം കാണിച്ച് നമ്മൾ പറയുന്നു, കഥ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. അതാണല്ലോ അതിൻ്റെതായ ഒരു ഇത്. അല്ലാതെ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി എൻ്റെ ചാനൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബമൊക്കെ ഇപ്പം മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു വരുമാന മാർഗം കൊണ്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പം നമുക്ക് ഒരു പൈസ കിട്ടുന്നുണ്ട്. അതെൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും സഹായിക്കാനും, നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ ആരുടെയും മുമ്പിൽ ചെന്ന് കൈ നീട്ടാതിരിക്കാനും അത് നിങ്ങൾ കാരണം തന്നെയാണ്. അത് നമ്മൾ ഒറ്റയടിക്ക് തള്ളിക്കളയേണ്ട കാര്യമില്ലല്ലോ. ഇനി എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം എനിക്കൊരു വീട് വെക്കണം, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, നമുക്കൊരു വീട് വെക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഒരു വീടൊക്കെ വെക്കുന്നവരെങ്കിലും എൻ്റെ ചാനൽ ഞാനൊന്ന് പിടിച്ചു നിർത്തിയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണം കേട്ടോ. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് നമ്മുടെ മുഖം കാണിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ ഞാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.